നമസ്കാരം. സോ ഓണത്തിന് റിലീസായ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് രണ്ടു വാക്ക് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബട്ട് ഇതൊരു സിനിമ റിവ്യൂ വീഡിയോ ആയിട്ടൊന്നും കണക്കാക്കണ്ട. ബിക്കോസ് റിവ്യൂ വീഡിയോ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ടെക്നിക്കൽ നോളജും സിനിമയെക്കുറിച്ചുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ വെറുതെ ഒന്നിരുന്നിട്ട് ക്യാമറ വെച്ചത് ശരിയായില്ല, വൈഡ് ആംഗിൾ എടുക്കണമായിരുന്നു, ക്ലോസപ്പ് ഷോട്ട് എടുക്കണമായിരുന്നു ഒന്നും പറയാൻ ഞാൻ നിൽക്കുന്നില്ല. കാരണം അതിനുള്ള അറിവോ ജ്ഞാനമോ എനിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആസ് എ സിനിമ പ്രേക്ഷകൻ അല്ലെങ്കിൽ ആസ് സിനിമ ആസ്വദിക്കുന്ന ഒരാൾ, കാണാൻ ഇഷ്ടമുള്ള ഒരാളെന്നുള്ള നിലയിൽ ഈ സിനിമ ഞാൻ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ ഒരു രണ്ട് വാക്ക് പറയണം എന്നാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ സിനിമയിലോട്ട് വന്നാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ നല്ലൊരു സിനിമയായിരുന്നു. അതിനകത്ത് എന്താ പറയുക, മെയിനായിട്ട് അതിനകത്തുള്ളൊരു പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. നല്ലൊരു സ്ക്രിപ്റ്റാണ്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്യാൻ പറ്റി. ഓരോ ക്യാരക്ടേഴ്സിനെയും അവരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അവരെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ചെറിയ ഡീറ്റെയിലിംഗ് വരെ കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ആ ക്യാരക്ടറിൻ്റെ മോഡുലേഷൻ, എങ്ങനെ ആ ക്യാരക്ടർ അങ്ങനെ ആയി, അല്ലെങ്കിൽ എന്താണ് ആ ക്യാരക്ടറിനെ കുറിച്ച് ഉദ്ദേശിച്ചത്, എസ്പെഷ്യലി വിജയരാഘവൻ്റെ ക്യാരക്ടറൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സിനിമ ഒരു ത്രില്ലർ ജോണറാണ്, ലൈക്ക് ക്രൈം ത്രില്ലർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ജോണറാണ്. അങ്ങനത്തെ സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. ആ ജോണർ കമ്പയർ ടു കോമഡി അല്ലെങ്കിൽ അങ്ങനത്തെ കാണാറുണ്ട് കോമഡിയൊക്കെ, പക്ഷേ ഇങ്ങനത്തെ ജോണർ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് ആസ്വദിക്കാനും പറ്റി. അപ്പോൾ അത് ആ ജോണർ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ മേ ബി എനിക്കറിയില്ല എങ്ങനെ ആസ്വദിക്കാൻ പറ്റും. കാരണം സിനിമയിൽ വലിയ കോമഡി ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക റൊമാൻസോ അല്ലെങ്കിൽ മ്യൂസിക്കോ അങ്ങനെ സോങ്സ് പാട്ടുകളൊന്നും എനിക്ക് ഓർമ്മകളില്ല സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇത് കൂടുതൽ നമ്മളെ എന്താ പറയുക എന്ത് സംഭവിച്ചു, എങ്ങനെയായിരിക്കും, ആരാണ് എന്നുള്ള അങ്ങനത്തെ കുറേ എന്താ പറയുക നമ്മളെ ഒരു ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുന്ന പോലത്തെ ഒരു സിനിമയാണ്. സിനിമ സ്റ്റാർട്ട് ചെയ്തോട്ട് എൻഡ് ചെയ്ത് വരെ നമുക്ക് ആ ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്നാണ് അറ്റ്ലീസ്റ്റ് എനിക്കുണ്ടായിരുന്നു. സോ അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ പറയുക, ഫസ്റ്റ് ഹാഫിൽ ലൈക്ക് എന്താ പറയുക ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്താ സംഭവിക്കുന്നത്, ഇവരെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ബിക്കോസ് ഞാൻ കുറേ എവിടേക്കോ വായിക്കുകയും കാണുകയൊക്കെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈം ത്രില്ലറാണ്, എഡ്ജ് ഓഫ് ദ സീ ത്രില്ലർ അങ്ങനത്തെയൊക്കെ കുറേ കണ്ടിരുന്നു. അപ്പം ഓക്കെ, വലിയൊരു ത്രില്ലറൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ എന്താ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ എന്താ പറയുക മനസ്സിലാക്കാനായിരുന്നു ഫസ്റ്റ് ഹാഫ് നോക്കിയത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ലൈക്ക് ഇന്റർവെൽ തൊട്ട് മുമ്പായിട്ട് ഏകദേശം നമുക്ക് കുറെ ഐഡിയാസ് കിട്ടും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പിന്നെ സെക്കൻഡ് ഹാഫ് ത്രൂ ഔട്ട് അവരത് എക്സ്പ്ലെയിൻ ചെയ്യാനും നല്ല രീതിയിൽ കൊണ്ട് എൻഡ് ചെയ്യാനും അവർക്ക് പറ്റിയിട്ടുണ്ട്. മാത്രമല്ല എസ്പെഷ്യലി ക്ലൈമാക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു എന്താ പറയുക എൻഡിങ് അല്ലായിരുന്നു. ഇറ്റ് വാസ് നൈസ്. ലൈക്ക് എന്താ അവർക്ക് എനിക്ക് തോന്നുന്നു ആ സ്ക്രിപ്റ്റ് റൈറ്ററിനോ ഡയറക്ടറിനോ എന്താണ് അവർ എങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോകാൻ ആ സിനിമയെ ആ ജേർണി കൂടെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, അത് എന്നെ കൊണ്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ സിനിമ കണ്ടത് എനിക്ക് തോന്നുന്ന അപർണ ബാലമുരളി എന്ന ആ ഒരു ക്യാരക്ടർ, അപർണ ബാലമുരളി അഭിനയിച്ച ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ ത്രൂ ആണ് ഞാൻ സിനിമ കണ്ടതെന്നാണ് എനിക്ക് തോന്നിയത്. ഷീ ഈസ് ദ നരേറ്റർ എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം നമ്മൾ മേ ബി എല്ലാവരും ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും എന്താ പറയുക അപർണ ബാലമുരളി ത്രൂ ആണ് എല്ലാവരും സിനിമ കണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളും ഇപ്പം സിനിമ കാണുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു. അങ്ങനെ ആയിരിക്കും. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും അത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. മേ ബി ആസിഫ് അലിയുടെ ക്യാരക്ടറിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ വിജയരാഘവന്റെ ക്യാരക്ടറിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരാളെ ക്യാരക്ടറിന്റെ സൈഡിൽ നിന്നോ അല്ല, അപർണ ബാലമുരളിയുടെ ക്യാരക്ടറിന്റെ കണ്ണിൽ കൂടെ നമ്മൾ ഈ സിനിമ കാണണം എന്നാണ് അവർ ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതിൽ അവർ വിജയിച്ചു. അത് കാണിക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും അത് അവർ വിജയിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ കാസ്റ്റിംഗ് നല്ല കാസ്റ്റിംഗ് ആണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ലൈക്ക് എന്താ പറയുക ഈവൻ ചെറിയ റോളാണെങ്കിലും വലിയ റോളാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സോ അതിനകത്തൊരു കുറ്റം പറയാനില്ല, അല്ലെങ്കിൽ എന്താ പറയുക ഒരു പോരായ്മയായിട്ട് എനിക്ക് വലുതായിട്ട് തോന്നിയില്ല. ഓക്കെ, ഓഫ് കോഴ്സ് ആസിഫ് അലിയുടെ ഫസ്റ്റ് വൈഫായിട്ട് അഭിനയിച്ച ക്യാരക്ടർ കുറച്ചും കൂടെ എന്താ പറയുക മേ ബി കുറെ കൂടെ ഡീറ്റെയിലിംഗ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ മേ ബി എനിക്ക് പിന്നെ ആലോചിക്കുമ്പോൾ അത് ചെയ്യാതിരുന്നത് മനഃപൂർവ്വമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് നമ്മളെ എന്താ പറയുക നമ്മളെ ഫോക്കസ് അങ്ങോട്ട് വരാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ട് അത് കൂടുതൽ പ്രേക്ഷകർ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ആയിരിക്കാനാണ് അത് ചെയ്തതെന്നും കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതും എനിക്ക് പോസിറ്റീവ് തന്നെയായിട്ടാണ് തോന്നുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് എനിക്ക് വിജയരാഘവൻ എന്ന് പറഞ്ഞ ആക്ടറിന്റെ അഭിനയമാണ്. ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ്. സോ എന്താ പറയുക പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപർണ ബാലമുരളിയും ജഗദീഷ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വിജയരാഘവൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു സ്റ്റെപ്പ് മേളിലാണ് എന്ന് തോന്നുന്നു കമ്പയർ ടു അതേഴ്സ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കാണെങ്കിൽ ഇപ്പൊ ദൃശ്യത്തിലൊക്കെ പോലെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും അവിടെ കിടക്കും. പക്ഷെ ആ ക്വസ്റ്റ്യൻ മാർക്ക് റെലവെന്റ് ആണോ ഇല്ലേ എന്നുള്ളത് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർ വിലയിരുത്തേണ്ടതാണ്. എനിക്കതൊരു റെലവെന്റ് ഓക്കെ ഒരു സ്റ്റിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ വോട്ടെവർ. പക്ഷേ അത് നോ ലോങ്ങർ വാലിഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. ലൈക്ക് എന്താ പറയുക
സിനിമ കണ്ടതിന് ശേഷം ആ സിനിമ ഹോണ്ട് ചെയ്യാൻ സാധിച്ചാൽ, പ്രേക്ഷകനെ അത് എന്താ പറയുക തിയേറ്ററിൽ ഇറങ്ങുമ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചാൽ അത് ഓഫ്കോഴ്സ് ആ ഡയറക്ടറിൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഒക്കെ കഴിവ് തന്നെയാണ്. പിന്നെ ഞാൻ എവിടെയോ വായിച്ചതോ കണ്ടതോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ദിവസം കൊണ്ട് എന്താണ് ഈ സ്ക്രിപ്റ്റ് റെഡിയാക്കിയതെന്തോ ഞാൻ കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് റിയലി ഹാൻഡ്സ് ഓഫ്. ബിക്കോസ് എന്താ പറയുക സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ എന്താ പറയുക സ്ട്രെങ്ത്. സോ ഡയറക്ടറിനും സ്ക്രിപ്റ്റ് റൈറ്ററിനും ഒരു ഹാൻഡ്സ് ഓഫ് കൊടുത്തേ പറ്റുള്ളൂ. അവർ ക്ലിയർ ആയിട്ട് അത് നല്ല നല്ല വൃത്തിയായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ദർ ഇസ് നത്തിങ് ടു കംപ്ലൈൻ അബൌട്ട് ദാറ്റ്. അപ്പോൾ എന്തായാലും എനിക്ക് ഓവറോൾ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ആകെ എനിക്കൊരു എന്താ പറയുക ഒരു സജഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സിനിമയെ സംബന്ധിച്ചിടത്തോളം ബട്ട് ഓവറോൾ അതിൻ്റെ മാർക്കറ്റിംഗ് സംബന്ധിച്ചിടത്തോളം എനിക്ക് ആസ് എ പ്രേക്ഷകൻ കണ്ടപ്പോൾ ഇതൊരു വിജയരാഘവന്റെ സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. നോട്ട് ആസിഫ് അലി, നോട്ട് അപർണ ബാലമുരളി, അല്ലെങ്കിൽ നോട്ട് ജഗദീഷ് ഓർ വോട്ട് എവർ. എനിക്കിത് വിജയരാഘവന്റെ സിനിമയായിട്ടാണ് തോന്നിയത്. ആ വിജയരാഘവനാണ് സെൻട്രൽ റോൾ എന്നാണ് എനിക്ക് തോന്നിയത്. ത്രൂ ഔട്ട് ദ സിനിമ റിവോൾവ് ചെയ്യുന്നത് വിജയരാഘവന്റെ മീൻസ് അറൗണ്ടാണ് സിനിമ റിവോൾവ് ചെയ്യുന്നത്, ആ കഥ റിവോൾവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മാർക്കറ്റ് ചെയ്യും ഓഫ് കോഴ്സ് യൂത്ത് ആക്ടേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഹീറോസ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസ്, അവരെ വെച്ചാണ് എപ്പോഴും സിനിമ മാർക്കറ്റ് ചെയ്യുന്നത്, അതിൻ്റെ മാർക്കറ്റിംഗ്. ബട്ട് എനിക്കൊരു ചേഞ്ച് മീൻസ് അല്ലെങ്കിൽ എനിക്കൊരു എന്താ പറയുക എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വിജയരാഘവന് കുറെ കൂടെ എന്താ പറയുക ഒരു വാല്യൂ ഔട്ട്സൈഡ് ദ സിനിമ, ലൈക്ക് ഇൻ ദ സെൻസ് മാർക്കറ്റിംഗിലാണെങ്കിലോ അല്ലെങ്കിൽ വാട്ട് എവർ പ്രൊമോഷനിലാണെങ്കിലോ കൊടുത്തിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഹീസ് ആൻ എക്സലന്റ് ആക്ടർ ആൻഡ് എന്താ പറയുക നല്ലൊരു ഹി ഹാസ് ഡൺ ഹിസ് ജോബ് വെരി വെൽ. അപ്പോൾ ഇതുപോലത്തെ ആക്ടേഴ്സിനെയും ലൈക്ക് നമ്മളെ സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ ഹീറോസ് അല്ലെങ്കിൽ ഹീറോയിൻസിന് മാത്രമല്ല, ഇതുപോലെ ലൈക്ക് എന്താ പറയുക ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആൾക്കാർക്കും നമ്മൾ കുറെ കൂടെ പ്രൊമിനൻസ് കൊടുക്കണം. അതിന് മലയാളം ഇൻഡസ്ട്രി കുറെ കൂടെ അതിന് ഒരു എന്താ പറയുക ശ്രദ്ധ കാണിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. ബോളിവുഡിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിലും നടക്കാൻ ചാൻസ് വളരെ കുറവാണ്. അറ്റ്ലീസ്റ്റ് മലയാളം ഇൻഡസ്ട്രിയിലെങ്കിലും അത് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു ലൈക്ക് ഔട്ട്സൈഡ് ദ സിനിമ എനിക്ക് തോന്നിയൊരു ഓഫ് ടോപ്പിക്കാണ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് സിനിമ ഈസ് എക്സലന്റ്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്കൊന്ന് നേരാണ് ഞാൻ ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ടത്. അപ്പോൾ നേര് കണ്ടതിന് ശേഷം എനിക്ക് ഇത് വർത്ത് ഇറ്റായിട്ട് തോന്നിയൊരു സിനിമയാണിത്. സോ യാ, ഇപ്പം നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ പോയി ഫോർ ഷുവർ സിനിമ കാണും. ഇപ്പോഴും എനിക്ക് ഒന്ന് ഓടുന്നുണ്ട്, മിക്കവാറും ഹൗസ്ഫുള്ളൊക്കെ ആയിട്ട് ഓടുന്ന സിനിമയാണെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അങ്ങനെയാണ് നമുക്ക് സിനിമ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓഫ് കോഴ്സ് OTT വരുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ കാണാത്തവർ തിയേറ്ററിൽ പോയി കാണുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഞാൻ നോക്കാം എൻ്റെയും നിങ്ങളുടെ അഭിപ്രായം മാച്ചിങ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തോട്ട്സ് ഉണ്ടോ എന്ന് നോക്കാം. സോ കാണാത്തവർ പോയി കാണാം, കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പറയാം. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇനി വേറൊരു സിനിമ ഇതുപോലെ നല്ല ഏതെങ്കിലും സിനിമ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ ശ്രമിക്കാം. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.